ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും ഉയർത്തെഴുന്നേൽക്കും. അന്ന് ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് രൂപാന്തരം പ്രാപിച്ച് ആമേൻ ആകാശമധ്യത്തിൽ കർത്താവിനോട് കൂടിയായിരിക്കും. ഈ വചനങ്ങളെ കണ്ട് നിങ്ങൾ ആശ്വസിച്ചുകൊള്ളുകയെന്ന് തിരുവചനം നമ്മെ പ്രബോധിപ്പിക്കുന്ന പ്രേക്ഷകർ. മരിച്ചുപോയ വ്യക്തികളുടെ ആത്മാക്കൾ എവിടെയാണെന്ന് ചോദിച്ചാൽ പുരോഹിതലേഖനത്തിലേക്ക് ഒരു വാക്യം നമ്മൾ വായിക്കുമ്പോൾ ആമേൻ 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, 1, 2, 3. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവരുമായി ഉയരത്തിലുള്ളത് അന്വേഷിക്കുകയും ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളതിനെ ചിന്തിച്ചുകൊള്ളുകയും നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായി ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. നമ്മുടെ കർത്താവ് ദിവസങ്ങൾ വരും. അവൻ വെളിപ്പെടുമ്പോൾ ആമീൻ ക്രിസ്തുവിൽ മരിച്ച സകല വിശുദ്ധന്മാരും വിശുദ്ധമതികളും ഉയർത്തെഴുന്നേൽക്കും. ആ പ്രത്യാശയ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ആശ്വാസവും സമാധാനവും പ്രാപിപ്പാൻ ഈ തിരുവചന ഭാഗം നിങ്ങളെ സഹായിക്കേണ്ട. ഈ പ്രിയ കുടുംബമായി എനിക്ക് ദീർഘവർഷത്തെ ബന്ധമാണുള്ള ദൈവത്തിന് ആമീൻ. പ്രിയ സഹോദരിയുടെ വരും രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ವರ್ಷಗಳ ಕಾಲ ಈ ಭೂಮಿಯಲ್ಲಿ ವಾಸ ಮಾಡಲಿಕ್ಕೂ ದೇವರ ಅನೇಕ ಸೇವೆಗಳನ್ನು ಕಾರ್ಯಗಳನ್ನು ಮಾಡಲಿಕ್ಕೂ ದೇವರ ನೀ ಅವಕಾಶವನ್ನು ಕೊಟ್ಟೆ. ದೇವರೇ ಕರ್ತನನ್ನು ರಕ್ಷಕನಾಗಿ ಅಂಗೀಕರಿಸಿದ ನಂತರವಾಗಿ ಕರ್ತನೇ ಹಾಲೆಲೂಯ ಇಷ್ಟು ವರ್ಷಗಳ ಕಾಲ ಈ ಭೂಮಿಯಲ್ಲಿ ಜೀವಿಸಿ ತನ್ನ ಸಮಯವಾದಾಗ ತನ್ನ ಕರೆಯುವಿಕೆ ಉಂಟಾದಾಗ ದೇವರೇ ಇಹಲೋಕದ ಎಲ್ಲ ವ್ಯವಸ್ಥತೆಗಳನ್ನು ಬಿಟ್ಟು ಎಲ್ಲ ಸಂಬಂಧಗಳನ್ನು ಬಿಟ್ಟು ದೇವರೇ ಕರ್ತನೇ ನಿನ್ನ ಕಡೆಗೆ ಅವರು ದೇವರೇ ಆಹ್ವಾನವಾಗಿದ್ದಾರೆ. ದೇವರೇ ನಿನಗೆ ನಾವು ಕೃತಜ್ಞತೆಗಳನ್ನು ಸಲ್ಲಿಸ್ತಾ ಇದ್ದೇವೆ. ಈ ಸಮಯದಲ್ಲಿ ನಡೀಲಿಕ್ಕಿರುವಂಥ ಈ ಕಾರ್ಯಕ್ರಮ ಎಲ್ಲವೂ ಸಹ ಚಂದವಾಗಿ ನೀನು ನಡೆಸಿಕೊಡಬೇಕೆಂಬುದಾಗಿ ಪ್ರಾರ್ಥಿಸ್ತಾ ಇದ್ದೇನೆ. ಇದು ನಡೆಸಲಿಕ್ಕಾಗಿ ಬಂದಿರುವ മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഓരോരുത്തരും താൻ താൻ്റെ നിലയിലത്രേ. ആദ്യബലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ,
അവൻ്റെ വരവിങ്കൽ പിന്നെ അവസാനം. അന്നവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങി പോകും. സകലത്തെയും അവൻ്റെ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെയാത്രേ എന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിനും സകലവുമാകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവനെ കീഴ്പ്പെട്ടിരിക്കും. 1 കൊരിന്ത്യർ 15-35 വാക്യം മുതൽ. പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നുവെന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നു എന്നും ചോദിക്കും. മൂടാ, നീ വിതയ്ക്കുന്ന ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിൻ്റെയോ മറ്റു വല്ലതിൻ്റെയും ഒരു മണി അത്രയും വിതയ്ക്കുന്നത്. ദൈവമോ തൻ്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഒരു വിത്തിന് അതാതിൻ്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസം ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളുമുണ്ട്. സ്വർഗീയമായ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനമാവുണ്ട് തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായിത്തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീകമല്ല, പ്രാകൃതമത്ര ഒന്നാമത്. ആത്മീയം പിന്നത്തേത് വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ മണ്ണുകൊണ്ട്. എല്ലാവരും രൂപാന്തരപ്പെടും, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കിയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും ವರ್ಧಿച്ചു വരുന്നവരും ಆಗುವೆ. ಜೀವಿತನಾಗಿಯದನೆಂದು ನಾವು ನಂಬಿದ ಮೇಲೆ ಅದರಂತೆ ಯೇಸುವಿನಲ್ಲಿದ್ದುಕೊಂಡು ನಿದ್ರೆ ಹೋಗುವವರನ್ನು ಸಹ ದೇವರ ಆತನೊಡನೆ ಕರೆದುಕೊಂಡು ಬರುವನೆಂದು ನಂಬಬೇಕಲ್ಲವೇ? ನಾವು ಕರ್ತನ ಮಾತಿನ ಆಧಾರದಿಂದ ನಿಮಗೆ ಹೇಳುವುದೇನೆಂದರೆ, ಕರ್ತನು ಪ್ರತ್ಯಕ್ಷನಾಗುವವರೆಗೂ ಜೀವದಿಂದ ಉಳಿದಿರುವ ನಾವು ನಿದ್ರೆ ಹೋದವರಾಗಿದ್ದ ಮುಂದಾಗುವುದೇ ಇಲ್ಲ. ಕರ್ತನು ತಾನು ಆಜ್ಞಾಗೋ ನಾವು ಅಂತರಿಕ್ಷದಲ್ಲಿ ಕರ್ತನನ್ನು ಎದುರುಗೊಳ್ಳುವುದಕ್ಕಾಗಿ ಅವರ ಸಂಗಡಲೇ ಮೇಘವಾಹನವಾಗಿ ಪಕ್ಕನೆ ಒಯ್ಯಲ್ಪಡುವೆವು. ಹೀಗಾಗಿ ನಾವು ಸದಾ ಕಾಲವು ಕರ್ತನ ಜೊತೆಯಲ್ಲಿರುವೆವು. ಆದ ಕಾರಣ ಈ ಮಾತುಗಳಿಂದ ಒಬ್ಬರನ್ನೊಬ್ಬರು ಸಂತೈಸಿರಿ. നമ്മിൽ നിന്ന് വാങ്ങിപ്പോയ പ്രിയ മാതാവിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ നാം ഈ സെമിത്തേരിയിൽ സംസ്കരിക്കാൻ പോകുകയാണ്. ഇവിടെ നാം വായിച്ചു കേട്ടതുപോലെ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർത്തുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. ഇവിടെ നാം വായിച്ചതായ പൗലോസിൻ്റെ ആ പുനരുത്ഥാനത്തെ പ്രതിപാദിക്കുന്ന അതിശക്തമായ ഈ ലേഖനത്തിലെ പൗലോസിൻ്റെ ഭാഷയിൽ വിശുദ്ധ വചനപ്രകാരം നാം ഈ സെമിത്തേരിയാകുന്ന വയലിലേക്ക് ഒരു വിത്ത് നമ്മൾ ചുമന്നു കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ വിത്ത് നമ്മൾ ഈ കുഴിമാടത്തിൽ നടാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു കൃഷിക്കാരൻ താൻ നട്ട വിത്തിനെ കുറിച്ച് ഒരു വലിയ പ്രത്യാശ തനിക്കുള്ളതുപോലെ
നമുക്കും ഒരു പ്രത്യാശയുണ്ട്. ആമേൻ. ഈ വിത്ത് ഒരു നാൾ മുളയ്ക്കും. ഇത് ദൈവം നൽകുന്ന ഒരു പുതിയ ശരീരം പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് നാം ഇന്ന് പകൽക്കാലം ഇവിടെ ഈ ശരീരം മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. അതുകൊണ്ട് പ്രത്യാശയുള്ള ദൈവമൊക്കെ പറയാൻ പറ്റുമോ? ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പ്രത്യാശയോടുകൂടെ ഈ മൃതശരീരം നമുക്കിവിടെ സംസ്കരിക്കാം. തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി പാസ്റ്റർ മഞ്ജുനാഥ് പ്രാർത്ഥിച്ചാൽ ചുരുക്കമായി ಸ್ವರ್ಗದ ದೇವರು ತಾನೇ ನಮ್ಮ ಕೂಡ ಇದ್ದು ದೇವರೇ ಅನುಗ್ರಹಿಸಿ ನಡೆಸು ಎಂಬುದಾಗಿ ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಾ ಇದ್ದೇವೆ. ಇದುವರೆಗೂ ದೇವರೇ ಎಲ್ಲ ಕಾರ್ಯಗಳನ್ನು ಚಂದವಾಗಿ ಉಚಿತವಾಗಿ ನಡೆಸಿಕೊಟ್ಟಿದ್ದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. ದೇವರೇ ಗಣ ಸೇವಕರನ್ನು ಕರೆತಂದು ಅವರ ಮುಖಾಂತರ ಈ ಸೇವೆಯನ್ನು ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ನಡೆಸ್ತಾ ಇದ್ದೀವಿ. ಅದಕ್ಕಾಗಿ ಸ್ತೋತ್ರ ಮಾಡುತ್ತೇವೆ. ಎಲ್ಲರನ್ನು ಬಲಪಡಿಸು, ಶಕ್ತಿಗರಿಸು. ನಿನ್ನ ನಾಮದ ಮಹಿಮೆಗಾಗಿ ಎಲ್ಲ ಕಾರ್ಯಗಳು ನಡೆಯಲಿ ಎಂಬುದಾಗಿ ಬೇಡುತ್ತೇನೆ. ಪ್ರಾರ್ಥನೆ ಕೇಳಿದಕ್ಕಾಗಿ ಸ್ತೋತ್ರ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. ഈ മൃതശരീരം ഇനി ആരെങ്കിലും കാണാനുണ്ടോ? ആരുമില്ല എങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട മക്കൾ അത് മുഖം മൂടിയാക്കി. വെട്ടിയടച്ചു വെച്ച ശേഷം കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതശബ്ദത്തോടും കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതശബ്ദത്തോടും സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷമെത്രയോ സന്തോഷമെത്രയോ ഈ സൈഡ് ഒട്ടി ചേർന്ന് പറയട്ടെ. കേൾക്കുന്ന മാത്രയോ തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം തീരാത്ത സന്തോഷം കർത്താവു തൻ ഗംഭീരനാദത്തോടു പ്രധാന ദൈവദൂതശബ്ദത്തോടു കർത്താവു തൻ ഗംഭീരനാദത്തോടു ദൈവദൂതശബ്ദത്തോടു സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം. ശരീരവുമായി ഞങ്ങൾ ഈ സെമിത്തേരിയിലേക്ക് വന്നു. ഞങ്ങൾ വചനത്തിൽ നിന്ന് കേട്ടതുപോലെ ഈ വിത്ത് ഞങ്ങൾ ഇവിടെ ഇപ്പോൾ നടുന്നു. ക്രിസ്തീയ പ്രത്യാശ പ്രകാരം ഒരു പുതിയ ശരീരത്തോടുകൂടെ
താൻ ഇവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള ആ വലിയ പ്രത്യാശ ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് കൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ പ്രത്യാശയായ കർത്താവേ, അങ്ങയുടെ പ്രത്യക്ഷതയ്ക്കായി കാത്തുകൊണ്ട് കാഹളം ധ്വനിക്കുമ്പോൾ മരിച്ചവർ അക്ഷയരായി രൂപാന്തരപ്പെടുന്ന ഉയർപ്പിൻ സുപ്രഭാതത്തിൽ പുനരുത്ഥാനം പ്രാപിച്ച് തൻ്റെ ഓഹരി പ്രാപിപ്പാൻ പ്രിയ മാതാവ് ദൈവസന്നിധിയിൽ കയറി ചെല്ലും എന്നുള്ള പ്രത്യാശയോടും വിശ്വാസത്തോടും കൂടെ തൻ്റെ ഈ ഭൗതിക ശരീരം ഞങ്ങൾ ഇവിടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സംസ്കരിച്ചു കൊള്ളുന്നു. ആമേൻ. നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് മടങ്ങിച്ചേരും. നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക. കാലാവസാനത്തിങ്കൽ നീ നിന്റെ ഓഹരി പ്രാപിപ്പാൻ ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി പറയുന്നത്